ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. ഇപ്പോൾ ലവ്ലോലിക്കയുടെ ഒരു സീസണിൽ എല്ലാ വീടുകളിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ റൂബിക്ക, ലൂബിക്ക, ലവ്ലോലിക്ക അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇതുകൊണ്ട് ഒരു അടിപൊളി അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നല്ല പഴുത്ത ലവ്ലോലിക്ക പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊന്ന് തുടച്ചെടുക്കണേ. വീർപ്പൊന്നും അതിലിരിക്കാൻ പാടില്ല. ചീനച്ചട്ടിയിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതിയാവും. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു കുടം വെളുത്തുള്ളി ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എരിക്ക് നമുക്കൊരു 10 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അച്ചാറിനൊക്കെ എപ്പോഴും കറിവേപ്പില ഇടുന്നത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനി നമുക്കതിലേക്കൊരു 2 വറ്റൽ മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഇഞ്ചിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് മുളക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് പിന്നെ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ലവ്ലോലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒന്ന് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. ഒന്ന് തല്ലിപ്പൊത്തി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ, അതിൽ നിന്ന് തന്നെ ആ ലവ്ലോലിക്കയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഈ ഒരു ചാറ് നമുക്ക് മതിയാവും. വേറെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഒരു 3-4 പിഞ്ച് ചേർത്തിട്ടുണ്ട്. അതേപോലെ ഉലുവാപ്പൊടിയും ഒരു 2 പിഞ്ച് ചേർത്തിട്ടുണ്ട്. അധികം ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയാണ്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലവ്ലോലിക്കയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള എല്ലായിടത്തും ഇങ്ങനെ ആളുകൾ ഉപ്പിലിട്ട് വെക്കത്തേ ഉള്ളൂ, അച്ചാറിട്ട് വെക്കാറില്ല. കൂടുതലും പൊഴിഞ്ഞും വെറുതെ തറയിൽ കിടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ, തൈരൊക്കെ ഉണ്ടെങ്കിൽ പഴങ്കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ്. കണ്ടാൽ തന്നെ വായിൽ കൊതി വരും. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത്. പണ്ട് സ്കൂളിലൊക്കെ ഇതേപോലെ അച്ചാറുണ്ടാക്കിക്കൊണ്ട് പോയിരുന്ന ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.